ഉണ്ടാകുമാറാകേണ്ടത്. ഹല്ലേലൂയ. ആസ്പദമായിട്ട് ഞാൻ 1 Corinthians chapter 10 അതിൻ്റെ 1 മുതൽ 1 to 13 ഒന്ന് വായിക്കണം. ആദ്യം 1 to 6 വായിക്കുക. അതിനുശേഷം എബ്രായർക്കെഴുതിയ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 11 വായിക്കണം. ഒന്നുകൂടെ പറയാം. 1 Corinthians chapter 10 1 to 6, അതിനുശേഷം 7 to 13. അത് കണ്ടിന്യൂഷൻ ആണ്, പക്ഷെ നിർത്തി അത് വായിക്കുക. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 11. പ്ലീസ്, ക്യാൻ someone read? ആമേൻ. യെസ്. ആമേൻ. യേശുവേ. ആമേൻ. 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 ഒന്ന് നിർത്തുക. അവിടെ ഒരു 1-2 വാക്കുകൾ ശ്രദ്ധിച്ചോണം. എല്ലാവരും മേഘത്തിന് കീഴിൽ, എല്ലാവരും സമുദ്രത്തിലൂടെ, എല്ലാവരും ഒരു ആത്മീയ ആഹാരം, എല്ലാവരും ഒരേ ആത്മീയ എല്ലായിടത്തും എല്ലാവർക്കുമായിട്ട് ദൈവം ഒരുക്കിയ കാര്യങ്ങൾ. ഇനി 7 to 13. പ്രൈസ് ഗോഡ്. അതിനകത്ത് കണ്ടോ, നേരത്തെ എല്ലാവർക്കും എന്നായിരുന്നു, ഇപ്പം ഇതിനകത്ത് എങ്ങനെ പറയുന്നത്? ചിലരെ പോലെ. എല്ലാവർക്കുമല്ല, ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. ചിലർ പരസംഗം ചെയ്തു, പിന്നെ ചിലർ ദൈവത്തെ പരീക്ഷിച്ചു, ചിലർ പിറുപിറുത്തു, ചിലർ നശിച്ചു പോയി. എന്നിട്ട് പറയുകയാണ്, ഇത് ലോകാവസാനം വന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി. ഇന്ന് പകലിൽ സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമായി ഇന്ന് പകൽക്കാലം സംസാരിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഇനിയും ഇതിൽ തന്നെ 2 കാര്യം ഒന്നുകൂടെ പറയുന്നു. ഒന്ന് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, പിന്നെ പറയുന്നു അത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അങ്ങനെ 2 വാക്യങ്ങൾ ഇതിൽ കാണാൻ കഴിയുന്നു. 10:6 പറയുന്നു ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. 10:11 പറയുന്നു ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇനി എബ്രായർക്കെഴുതിയ 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചേ. ഹീബ്രു ബുക്ക് ചാപ്റ്റർ 4 വേഴ്സ് 11. അത്രമാത്രം മതി. സമദൃഷ്ടാന്തത്തിനൊപ്പം വീഴാതിരിക്കാൻ ഉത്സാഹിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് നല്ല ഒരു താക്കീതായിട്ട്, ബുദ്ധി ഉപദേശമായിട്ട്, വാണിംഗ് ആയിട്ട് ഒക്കെ നമ്മളെ ഓർപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ദൈവവചനമാണ്, ഇല്ലേ? പഴയ നിയമ ഭക്തന്മാരുടെ നല്ല ആത്മീയ അനുഭവങ്ങളെല്ലാം ആദ്യം വിശദീകരിക്കുന്നത്, ഇല്ലേ? നല്ല ആത്മീയ, മോശയോട് ചേർന്ന് നടക്കുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നടക്കുകയാണ്. നല്ല ഒരു ആത്മീയ അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ അനുഭവിപ്പാൻ തക്കൊണ്ട് മടിയായി തീരുമാറായി. പക്ഷേ എല്ലാവരും ഇത് അനുഭവിച്ച് അവരുടെ യാത്ര മുൻപോട്ട് പോകുമ്പോൾ തന്നെ അവരിൽ ചിലർ വീണ് പോകുവാൻ, അല്ലെങ്കിൽ പിന്മാറ്റത്തിലേക്ക് പോകുവാൻ, അല്ലെങ്കിൽ ദൈവത്തെ വിട്ടുകളഞ്ഞ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിപ്പാൻ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അവർ വിഗ്രഹാരാധനയായി, പരസംഗത്തിലേക്ക് പോയി, പ്രവർത്തിപ്പാൻ തക്കോണം തുടങ്ങി, ദൈവത്തെ പരീക്ഷിപ്പാൻ തക്കോണം തുടങ്ങി. അതായത് ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ വിട്ട് മറ്റൊരു വഴിയിലൂടെ ചിലർ പോകുവാൻ തക്കോണം തുടങ്ങി. എന്നിട്ട് ഇവിടെ പൗലോസ് നമ്മൾ പറയുന്ന കാര്യം എന്താ അറിയുമോ? ഇത്
നമുക്ക് ബുദ്ധി അത് അവർക്ക് വന്നത് നമുക്ക് വരാതിരിക്കേണ്ടതിന് ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇന്ന് പകലിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ദൃഷ്ടാന്തമായി, നമുക്കൊരു ഉദാഹരണമായി നമ്മൾ നോക്കുമ്പോൾ, വായിക്കുമ്പോൾ കണ്ടോണം, ഓർത്തോണം. അവർക്ക് ഇതാണ് സംഭവിച്ചത്, ആയതുകൊണ്ട് ഇത് തന്നെ നമുക്കും സംഭവിക്കും. ആയതുകൊണ്ട് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി നമ്മുടെ ജീവിതത്തെ ഒരു മുൻകരുതലോടെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചനയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് കൊരിന്ത്യ ലേഖനത്തിലേക്ക് ഞാൻ അതിനെ തുടക്കം മുതലേക്കൊന്ന് മടങ്ങി വരികയാണ്. കാര്യം കൊരിന്ത്യ ലേഖനത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് ആയിരുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. പക്ഷെ ആ സഭയിലേക്ക് കടന്നുകൂടിയ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ പ്രമാണങ്ങൾക്ക് വിട്ട്, വചനം വിട്ട് ജനം പിന്നോട്ട് മാറിപ്പോയ അനുഭവങ്ങളെയെല്ലാം പൗലോസ് ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞിട്ട് സഭയ്ക്ക് ബുദ്ധി ഉപദേശമായിട്ട് പറയുകയാണ്. അവരുടെ മടങ്ങി വരവിന് വേണ്ടി, ഇന്ന് ബിനു പറഞ്ഞല്ലോ, യഥാസ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവർ ദൈവത്തിൻ്റെ സ്ഥലത്ത് നിന്ന് മടങ്ങി വരേണ്ടതിനായിട്ട് വീണ്ടും അവർക്ക് ആലോചനയായി ബുദ്ധി ഉപദേശമായിട്ട് അവർക്ക് എഴുതുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, കൊരിന്ത്യ സഭ ഗ്രീസിൽ ഒരു പട്ടണമാണ്. കാരണം പ്രത്യേകിച്ച് പൗലോസിൻ്റെ സെക്കൻഡ് മിഷണറി യാത്രയിൽ അപ്പോസ്തലപ്രവൃത്തി ദിവസം 18-ാമത്തെ അധ്യായം വായിക്കുമ്പോഴാണ് കൊരിന്ത്യ സഭയുടെ തുടക്കം കാണുവാൻ തുടങ്ങുന്നത്. എങ്ങനെയാണ് കൊരിന്ത്യ സഭ ആരംഭിച്ചത് എന്ന് കാണുവാൻ തുടങ്ങാൻ കഴിയുന്നത് അപ്പോസ്തലപ്രവൃത്തി ദിവസം 18-ാമത്തെ അധ്യായം 19-ാമത്തെ അധ്യായത്തിലേക്ക് കാണാൻ തുടങ്ങാൻ കഴിയുന്നത്. ഒന്നെടുക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി ദിവസം 18-ാമത്തെ അധ്യായം, പ്രൈസ് ഗോഡ്, അവിടെ നമ്മുടെ ആക്ട്സ് ചാപ്റ്റർ 18. ആമേൻ, ആമേൻ. മതി. പ്രേക്ഷ ഹല്ലേലൂയ. പൗലോസിൻ്റെ സെക്കൻഡ് മിഷണറി യാത്രയാണ്. ഇങ്ങനെ പട്ടണങ്ങൾ തോറും യാത്ര ചെയ്ത് കർത്താവിൻ്റെ സുവിശേഷം ഓരോ സ്ഥലങ്ങളിലും പാർക്കുന്ന ജനത്തോട് പറഞ്ഞ് സഭകൾ സ്ഥാപിച്ച് താനിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ അഥേനയിൽ നിന്ന്, അഥേനയും തന്നെയും ഗ്രീസിലും മറ്റൊരു പട്ടണമാണ്, ഗ്രീസിൽ നിന്ന് അഥേനയിൽ നിന്ന് അങ്ങനെ യാത്ര ചെയ്ത് കൊരിന്തിലെത്തിയ സമയത്ത് അവിടുത്തെ ഒരു സാഹചര്യം, യഹൂദന്മാരെല്ലാം റോമാനഗരം വിട്ടു പോകണമെന്നുള്ള ഒരു ഓർഡറൊക്കെ അവിടെ ഡിക്രിയൊക്കെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് സ്തോത്രം, ഈ പട്ടണത്തിൽ, അല്ലെങ്കിൽ കൊരിന്ത്യ പട്ടണത്തിൽ പൗലോസ് എത്തിപ്പെട്ടിട്ട് അവിടെ 2 വ്യക്തികളെ കാണുകയാണ്. ഇല്ല, അവിടെ ആരൊക്കെയെന്നറിയാമോ? അക്വിലാസും പ്രിസ്കില്ലയും. അവരുടെ പണി എന്തായിരുന്നു? കൂടാരപ്പണി. അപ്പോൾ അവരോട് ചേർന്ന്, ഇപ്പം നോക്ക്, നമ്മളെ ദൈവം ഒരു ദേശത്തേക്ക് അയക്കുമ്പോൾ സ്തോത്രം, പരിചയക്കാരായിട്ട് ആരും ഇല്ലെങ്കിൽ പോലും ആരെയെങ്കിലുമൊക്കെ ദൈവം ഒരുക്കും. ഹല്ലേലൂയ. അഥേനയിൽ നിന്ന് ഒരു പരിചയം കൂടാതെ എത്തിപ്പെട്ട ദേശമാണ് കൊരിന്ത്. അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛതപരമായ, അവിടെ ഒരു അമ്പലമുണ്ട്, അഫ്രൊഡിറ്റോസ് ദേവിയുടെ ഒരു അമ്പലമുണ്ട്. വളരെ മ്ലേച്ഛത, ഈ എല്ലാവിധമായ പാപത്തിലും. ഒരു കൊരിന്ത്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിഹാസ രൂപേണ ഉപയോഗിക്കുന്നൊരു പദമാണ് കൊരിന്ത്യൻ എന്നൊക്കെ പറഞ്ഞാൽ. സമൂഹത്തിൽ ഒരു മാന്യതയില്ലാത്ത പേരുള്ള ഒരു ജനമാണ്. ആ ദേശത്തേക്ക് പൗലോസ് ആത്മനിയോഗത്തോടെ കടന്നു ചെന്ന് 2 വ്യക്തികളെ ദൈവം കൊടുത്തു പരിചയപ്പെടാനായിട്ട്. അവരോട് ചേർന്ന് ജോലി ചെയ്ത് അവരോട് കൂടെ പാർത്ത് എല്ലാ ശനിയാഴ്ച ശബ്ബത്ത് തോറും ആലയത്തിൽ ചെന്ന് യഹൂദന്മാരോട് കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ തങ്ങളുടെ തീരുമാനമായി. പക്ഷേ ഈസി ആയിരുന്നോ? ഈസി അല്ലായിരുന്നു. എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും പൗലോസിൻ്റെ വാക്കുകളൊന്നും കേൾക്കാതെ, പൗലോസാണെങ്കിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അവിടെ കാണുന്നത് അവർ എതിർപ്പറയുകയും ദുഷിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ കൊരിന്ത് സഭ ആരംഭിക്കുന്നത്. അത്തരം പലരോടെ ഞങ്ങൾ നിർത്തുകയാണ്. ഇത്രയൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. അവിടെ ഒരു 3 മാസം പാർക്കണമെന്ന് വിചാരിച്ചാണ് അവിടെ ചെന്നത്. പക്ഷേ ദൈവം പൗലോസിനോട് പറഞ്ഞു, നീ ദേശം വിട്ടു പോകരുത്, നിനക്കിവിടെ ഒത്തിരി ആത്മാക്കളെ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പൗലോസ് കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. ഏകദേശം 1.5 വർഷം
1.5 വർഷം ആ ദേശത്ത് പാർത്ത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചു. അങ്ങനെയാണ് ഈ കൊരിന്തിയ സഭയുടെ ആരംഭം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പൗലോസ് ആരംഭിക്കുന്ന ദൈവസഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ കർത്താവ് നടത്തിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ സ്തോത്രം കൊണ്ടുവന്നുകൊണ്ടിരുന്ന ആ സഭയുടെ പ്രത്യേകതയാണ് 1 മുതലുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒന്നെടുക്കുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്നെടുത്താൽ മതി, നിങ്ങൾ വായിക്കേണ്ട. അതിൻ്റെ 1 മുതൽ അതിൻ്റെ 3 മുതൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ മാത്രമേ. 1 Corinthians chapter 1 verse 3 onwards. അതിനകത്ത് ഒത്തിരി നല്ല ഗുണങ്ങളാണ് അവിടെ കാണാൻ കഴിയുന്നത്, ഇല്ലേ? സ്തോത്രം. ഒന്നിനും ഒരു കുറവില്ലാത്ത രീതികളിൽ നല്ല ആത്മീയ അനുഭവങ്ങൾക്ക് ഒത്തിരി പ്രാപിച്ച കൂടെ അവിടെ നമ്മൾ വായിക്കുന്നതാണ്, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായി ഇരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തൻ്റെ പുത്രനെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്നൊക്കെ പറഞ്ഞ ആ സഭയുടെ നല്ല അനുഭവങ്ങളെ എല്ലാം പൗലോസ് അങ്ങ് വിശദീകരിച്ച് പറയുകയാണ്. ഇപ്പം ഇത് എഴുതുന്ന സമയമെന്ന് പറയുന്നത് പൗലോസ് ഇപ്പോൾ 3ാമത്തെ മിഷണറി യാത്രയാണ്. എഫെസോസിൽ ഇരുന്നു കൊണ്ടാണ് ഈ കത്തെഴുതുന്നത്. കാരണം ഈ സഭയിലുള്ള കാര്യങ്ങളൊക്കെ സ്തോത്രം ചില ആൾക്കാരൊക്കെ അങ്ങോട്ട് പൗലോസിനെ അറിയിപ്പാൻ കൊണ്ടുപോയി തീരുമാനം, ചിലരൊക്കെ ചെന്ന് പറയാൻ കൊണ്ടുപോയി തീരുമാനം. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവസഭയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് വിവരങ്ങളൊക്കെ പൗലോസിനെ അറിയിച്ചപ്പോൾ എഫെസോസിൽ ഇരുന്നു കൊണ്ട് പൗലോസ് ഈ കൊരിന്ത്യ സഭയിൽ കത്തെഴുതുകയാണ്. അവർ എല്ലാം നല്ല ഗുണം. കാര്യം പൗലോസ് വിട്ടുപോയിരുന്ന സമയത്ത് ആ സഭയുടെ അനുഭവങ്ങൾ എന്തായിരുന്നോ പൗലോസ് കണ്ടത് അതെല്ലാം ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞിട്ട് പൗലോസ് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ആദ്യത്തെ വചനങ്ങൾ പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പൗലോസ് കടക്കാൻ കഴിയുന്നത്. ഈ വചനം വായിക്കുമ്പോൾ ഇത്രയും കൊണ്ട്, അല്ലെങ്കിൽ ഈ 6-9 വാക്യങ്ങൾ കൊണ്ട് ഈ ലേഖനം അവസാനിച്ചിരുന്നു എങ്കിൽ, അവസാനം ഒരു ആശീർവാദത്തോടെ ഇത് നിർത്തിയിരുന്നുവെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ലേഖനമെന്ന് പറയാമായിരുന്നു. ഇത്രയും കൊണ്ട് മാത്രം ഇതങ്ങ് അവസാനിച്ചിരുന്നുവെങ്കിൽ. ഈ 9 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ പൗലോസിന് നല്ലതെന്ന് പറയാനായിട്ട്. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ആ ഇത്രത്തോളം ആത്മീയ അനുഭവത്തിൽ നിന്ന് ഈ സഭയ്ക്ക് എന്തു പറ്റിപ്പോയി എന്ന് നമുക്ക് ചോദിക്കുന്നത്. അതാണ് നമ്മുടെ പ്രധാനമായ വിഷയം. സ്തോത്രം. ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്ര കൃപാവരങ്ങളെ കൊണ്ട് നിറഞ്ഞ ചർച്ചാണെങ്കിലും, എത്ര ആത്മീയതയുടെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര ആത്മീയ നിലവാരങ്ങളുടെ ഉയർച്ചയിൽ നിൽക്കുന്ന ചർച്ചാണെങ്കിലും, ഒരു കൃപാവരങ്ങൾക്ക് കുറവില്ലാത്ത സഭയാണെങ്കിലും പിശാചിന് അതിൻ്റെ ഉള്ളിൽ കടക്കുവാൻ നേരം മതി കേട്ടോ. പിശാച് ഇങ്ങനെയുള്ളവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ളവരെയാണ് പിശാച് കണ്ണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന സഭ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തികൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന കൂട്ടം, കുടുംബങ്ങൾ, വ്യക്തികൾ, തലമുറകൾ, പിശാചിൻ്റെ നോട്ടം ഇവരുടെ മേലാണ്. ഏത് വിധേനെ അവരെ പിശാചിൻ്റെ കെണിയിൽ പെടുത്തുവാൻ തക്കോണം കഴിയും, ഏത് തന്ത്രത്താൽ ഇവരെ വീഴ്ത്തുവാൻ തക്കോണം കഴിയും, ഏത് പദ്ധതിയിൽ ഇവരെ പരാജയപ്പെടുത്തുവാൻ തക്കോണം കഴിയും, ഇവരുടെ ആത്മീയതയിൽ നിന്ന് ഏത് നിലകളിൽ ഇവരെ പിന്നോട്ട് വലിപ്പാൻ തക്കോണം, എങ്ങനെ ഇവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ തക്കോണം കഴിയും. ഇതാണ് പിശാചിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ പിശാചിൻ്റെ നോട്ടം മുഴുവനും മാതൃകയോടെ നിൽക്കുന്ന സഭയുടെ മേലാണ്. പിശാചിൻ്റെ നോട്ടം മുഴുവനും കൃപാവരങ്ങൾ ജ്വലിച്ച് നിൽക്കുന്ന, ആത്മീയതയുടെ തീഷ്ണതയിൽ നിൽക്കുന്ന, ദൈവ ഭയത്തിൽ നിൽക്കുന്ന സഭയുടെ മേൽ, വ്യക്തിയുടെ മേലാണ് പിശാചിൻ്റെ കണ്ണ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിയുപദേശത്തിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഇതൊരു താക്കീതായിട്ട്, ഇതൊരു വാണിംഗ് ആയിട്ട് നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയോടെ നമ്മുടെ ആത്മജീവിതം നയിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈ ലേഖനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ശിംശോനെ അറിയാം, ഇല്ലേ? ശിംശോൻ. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകമാണ് 13ാമത്തെ അധ്യായം ഒന്ന് എടുത്തേ. നമ്മളൊരു പക്ഷേങ്കിൽ ഒത്തിരി പ്രസംഗങ്ങളൊക്കെ എൻ്റെ ആ ഒരു കാര്യം എന്നെ ഒന്ന് ഓർപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13ാമത്തെ അധ്യായമാണത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ജീസസ്. ഹല്ലേലൂയ. ദി ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 13. ഹല്ലേലൂയ. നമുക്ക് അതിനകത്ത് സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് അത് തന്നെ 13ാമത്തെ അധ്യായമാണ്. അതിനകത്ത്
സ്തോത്രം, മാനോഹയുടെ വൈഫ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ആലോചന എന്നല്ല, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ആലോചന പറയുകയാണ്. എന്താ പറയുന്നത്? നിനക്കൊരു മകൻ ജനിക്കുവാൻ, നിങ്ങൾക്കൊരു കുട്ടി, നിങ്ങൾക്കൊരു ആൺകുഞ്ഞ് ജനിക്കുവാൻ എന്തൊക്കെയാണ് പോകുന്നു. എന്നിട്ട് മാനോഹയുടെ വൈഫിനോട് ഒരു ദൂത് കൊടുക്കുകയാണ്. എന്താ അറിയാമോ? അവൻ നാസീറായിരിക്കണം. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കണം. അവൻ ഇസ്രായേലിനെ ബലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. അപ്പോൾ ഒരു പർപ്പസോട് കൂടി, ഇന്നും ഓർപ്പിക്കുകയുണ്ടായി, ഒരു പർപ്പസോട് കൂടി ജനിക്കുന്നതിന് മുൻപ് ഉദരത്തിൽ ഉരുവായ സമയത്ത് തന്നെ അമ്മയോട് പറയുകയാണ്, ഇവൻ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇതാണ് അവൻ്റെ പർപ്പസ്. ഹല്ലേലൂയ, ഇതാണ് അവൻ്റെ പർപ്പസ്. അവൻ ഫെലിസ്തീരിൽ നിന്ന്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഫെലിസ്തീരിൽ നിന്ന് ജയം പ്രാപിപ്പാൻ തുടങ്ങുന്നത് ഇവനിൽ നിന്നാണ്. ഇനി എത്ര വർഷം കാത്തിരിക്കണം എന്നുള്ളതൊന്നും അല്ല വിഷയം. പക്ഷേ ഇസ്രായേൽ മക്കൾക്കൊരു വിജയം ഉണ്ടാകുവാൻ തുടങ്ങുന്നത്, ഒരു ജയം ഉണ്ടാകുവാൻ തുടങ്ങുന്നത് ഇവനിലൂടെയാണ്, സാംസണിലൂടെയാണ്. പക്ഷേ പേരൻസിന് ഓർഡർ കൊടുത്തു, കൽപ്പന കൊടുത്തു. ഒന്ന്, അവൻ്റെ അമ്മ എപ്രകാരമായിരിക്കണം, മറ്റൊന്ന് ഇവനെ എപ്രകാരം വളർത്തണം. അത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ നാസീറായിരിക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 6-ാമത്തെ അധ്യായത്തിലൊക്കെ അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ, അല്ലെങ്കിൽ സംഖ്യാപുസ്തകങ്ങളിലൊക്കെ വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്. അവൻ നാസീർ, അത് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് അവനെ കോൺസെൻട്രേറ്റ്, ശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്ന വ്യക്തിയാക്കി വേണം നിങ്ങൾ അവനെ വളർത്താൻ. ഹല്ലേലൂയ. മാനോഹയോട് വൈഫ് പോയി പറഞ്ഞു, അവർക്ക് വിശ്വസിപ്പാൻ എന്തൊക്കെ കഴിഞ്ഞില്ല. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ വീണ്ടും വന്നിട്ട് ഇടപെടുകയാണ്. എന്നിട്ട് ഈ അമ്മയ്ക്ക് ഒരു ഓട്ടമുണ്ട്. അമ്മയ്ക്ക്, മോന് മാത്രമല്ല അമ്മയോടും പറഞ്ഞത്, അമ്മയോട് എന്താ അറിയാമോ? ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്, ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീറായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു ഭാഗം എടുത്തതിന് അറിയാമോ? ദൈവത്തിൻ്റെ പർപ്പസിനായി, ദൈവത്തിൻ്റെ നിയോഗത്താൽ ദൈവത്തിൻ്റെ ദൂതനെ തന്നെ തൻ്റെ അടുക്കൽ അയച്ച് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പേരൻസിന് ബുദ്ധി ഉപദേശങ്ങൾ നൽകി അങ്ങനെ വളർന്നു വന്ന പൈതലാണ്, ബാലനാണ് ഈ സാംസൺ എന്ന് പറയുന്നത്, ഇല്ലേ? ഇനി ഈ സാംസൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമുക്കറിയാം എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു ലൈഫുണ്ട്. സ്തോത്രം. ഈ ആലോചന കേട്ടു, അവൻ ജനിച്ചു, വളർന്നു വരികയാണ്. ആ ദൈവിക പർപ്പസിനും ഇതിൻ്റെ ഇടയിലും, അല്ലെങ്കിൽ അവൻ്റെ വീഴ്ചയ്ക്ക് ഇടയിൽ ഒരു പീരീഡുണ്ട്. അവന് വീഴ്ച എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് ഒരു ദിവസം കൊണ്ടൊരു വീഴ്ച അങ്ങ് സംഭവിച്ചതല്ല. അവൻ്റെ ജീവിതചര്യയിൽ നമുക്ക് മനസ്സിലാവും അവൻ്റെ ജീവിതത്തിലേക്ക് ഈ വീഴ്ച എങ്ങനെയാണ് കടന്നു വന്നതെന്ന്. ഹല്ലേലൂയ. ശിംശോൻ എങ്ങനെയാണ് ദൈവിക പദ്ധതിയിൽ നിന്ന് വീണു പോയതെന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ആ ഭാഗങ്ങൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഇത് 14-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നു, അവൻ തിമ്നയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു, ഇല്ലേ? താപ്പോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു ഭാഗമുണ്ട്. ആ തിമ്ന എന്ന പ്രദേശം മുന്തിരിത്തോട്ടത്തിനരികെയുള്ള, ഇവൻ പോകുന്നത് എങ്ങോട്ടാ? മുന്തിരിത്തോട്ടത്തിനരികെ കൂടിയാണ് പോകുന്നത്, ഇല്ലേ? നാസിർ വധക്കാരന് കൊടുത്തിരിക്കുന്ന പ്രമാണം എന്താണെന്നറിയാമോ? അവൻ ഒരു വൈൻ പ്രോഡക്ട്സും കഴിപ്പാൻ പാടില്ല. മുന്തിരിവള്ളി അല്ലെങ്കിൽ മുന്തിരിയുടേതായ ഓരോ അനുഭവങ്ങൾ, അത് വീഞ്ഞാകട്ടെ മുന്തിരിയാകട്ടെ, ഇങ്ങനെ ഒരു കാര്യങ്ങളും കഴിപ്പാൻ പാടില്ല. മുടി വെട്ടാൻ പാടില്ല, ക്ഷൗരക്കത്തി തലയിൽ തൊടാൻ പാടില്ല, സ്ട്രിം ചെയ്യാൻ പോലും പാടില്ല. പിന്നെ മറ്റൊന്ന്, മൂന്നാമത് അറിയാമോ? ശവത്തെ തൊടാൻ പാടില്ല. ഇതൊക്കെയാണ് നാസിർ വധക്കാരന് കൊടുത്തിരിക്കുന്ന പ്രമാണം. ആ പ്രമാണമുള്ള ഈ ശിംശോൻ ഇപ്പം തിമ്നയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് എങ്ങനെയാ? ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അരികെ കൂടെയാണ്. ഹല്ലേലൂയ. നമ്മൾ ടെംപ്റ്റഡ് ആകാനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. നമ്മളും എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ ദിനംതോറും വേണ്ട, ചെയ്യരുത്, വേണ്ട, അതരുത്, അത് പ്രമാണത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ അറിയാമെങ്കിലും പല പ്രാവശ്യമായി വരുമ്പോഴുണ്ടല്ലോ നമ്മൾ പലപ്പോഴും ടെംപ്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ അവൻ അതിന് മുന്തിരിയുടെ അനുഭവം കഴിച്ചതായിട്ടെങ്ങും എഴുതുന്നില്ല. പക്ഷെ അവൻ്റെ യാത്ര ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അരികിൽ കൂടെയാണ് പോകുന്നത്. ഒരുപക്ഷെ മുന്തിരിത്തോട്ടത്തിൽ കൂടെ ആയിരിക്കാം, പക്ഷേ പ്രത്യേകിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ മുന്തിരിത്തോട്ടത്തിൻ്റെ അരികിൽ കൂടിയാണ് തിമ്നയിലേക്ക് പോകുന്നത്, ഇല്ലേ? അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം അപ്പനും അമ്മയും ഇവരെ മക്കളും 3 പേരും കൂടെ പോവുകയാണ്. പോകുന്ന സമയത്താണ് ഒരു സിംഹം കയറി വരുന്നത്. അവനെ അടിച്ചു കൊന്നു. എന്നിട്ട് അവർ തിമ്നയിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ അതുവഴി പോയ സമയത്ത് അവൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരാഗ്രഹം, അന്ന് ഞാൻ കൊന്ന സിംഹം ഇപ്പം എങ്ങനെയുണ്ടെന്നറിയാൻ. ഓൾറെഡി കൊന്നതാണ്. അതിന് ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവനൊരു ആഗ്രഹം അതിനെ ഒന്ന് പോയി കാണാനായിട്ട്. അവൻ്റെ പ്രമാണം എന്താ? ശവത്തെ
തൊടരുത്, ഇല്ലേ? ശവത്തെ തൊടരുത്. പ്രമാണം അതാണ്, ശവത്തെ തൊടരുത്. ഞാൻ കഴിഞ്ഞ ദിവസം സെപ്പറേഷൻ എന്നൊരു വിഷയത്തെപ്പറ്റി ഞാൻ ഏറിയപ്പോൾ സംസാരിക്കുകയുണ്ടായി. സോ ഇതൊക്കെ കണക്റ്റഡായിട്ട് വരുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. അവൻ്റെ പ്രമാണം അതാണ്, ശവത്തെ തൊടരുത് എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവൻ പോവാണ്. അവൻ സഹോദരം ആ ശവത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്താ, അതിൻ്റെ ഉടലിനുള്ളിൽ തേനിരിക്കുന്നു, വയറ്റിനുള്ളിൽ ഈ ശവത്തിൻ്റെ ഉള്ളിൽ തേനിരിക്കുന്നു. ഹല്ലേലൂയ. ശവത്തെ തൊടുവാൻ പാടില്ലാത്തവൻ ശവത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ തേൻ എടുത്തിട്ട് അത് അവൻ കുടിക്കുന്നു, അവൻ്റെ അപ്പനും അമ്മയ്ക്കും കൊണ്ട് കൊടുക്കുന്നു. ഹല്ലേലൂയ. ആ പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയ പോക്ക് കണ്ടോ? ഹല്ലേലൂയ. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അവൻ ഇപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ അരികിൽ കൂടിയാണ് നടന്നു പോകുന്നത്. അവൻ ഈ ഒരു സ്വഭാവം വെച്ച് അവൻ തീർച്ചയായും ആ മുന്തിരിയുടെ അനുഭവം കഴിക്കാനും സാധ്യതയുണ്ട്, എഴുതിയിട്ടില്ലെങ്കിൽ പോലും. ഒരു ശവത്തെ തൊടരുതെന്ന് പറഞ്ഞ വ്യക്തി ശവത്തെ തൊട്ട് അതിൻ്റെ വയറ്റിൽ നിന്ന് തേനെടുത്ത് അവനത് കുടിക്കണമെങ്കിൽ അവൻ്റെ സ്വഭാവം എത്രത്തോളം വീണുപോയി എന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയാണ് ഓരോരോ പോരായ്മകൾ കടന്നു വരുന്നത്. ഇനി ഇപ്പം ശംശരി ഒന്ന് നോക്കിക്കേ. സ്വതന്ത്രം ശവത്തിൽ തൊട്ടു, അവൻ അശുദ്ധനായി. മുന്തിരിത്തോട്ടത്തിൽ കൂടെ നടന്ന് ഒരു വർഷമെങ്കിലും കഴിച്ചിട്ടുണ്ടാകില്ലായിരിക്കാം. ഇപ്പം ആകെയുള്ളത് മുടി മാത്രമുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. ആകെയുള്ളത് മുടി മാത്രം. നമ്മളൊക്കെ ഏറെക്കുറെ അങ്ങനെയാണ്, ഇല്ലയോ? മുടി എന്ന് പറയുന്നത് ഭാഗ്യമായിട്ടുള്ള ലക്ഷണമാണ്. ഇവൻ ആശീർവാദക്കാരനാണെന്ന് പുറത്തു നിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവൻ അറിയാം ഇവൻ ആശീർവാദക്കാരനാണ്. അത് പുറമേ ഉള്ളൊരു ഭാഗ്യലക്ഷണമാണ്. ഭാഗ്യലക്ഷണങ്ങളുണ്ട്, പക്ഷേ അകത്തൊന്നുമില്ല. ഭാഗ്യലക്ഷണങ്ങളുണ്ട്, കണ്ടാൽ പക്കാത്മീയനാണ്, പക്ക ആശീർവാദക്കാരനാണ്. അവനെ കണ്ട ഒരു വ്യക്തി, കാരണം മുടി നീട്ടി വളർത്തി ക്ഷൗരക്കത്തി ഇതുവരെ തൊട്ടിട്ടില്ല, മുടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ആശീർവാദക്കാരനാണെന്ന് കണ്ടാൽ, പുറമേ കണ്ടാൽ അറിയാം. പക്ഷേ അകമേ നോക്കിയാൽ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ശവത്തെ തൊടാത്തവൻ പോയി ശവത്തെ തൊട്ടു, ശവത്തിൻ്റെ ഉള്ളിൽ നിന്ന് തേനെടുത്ത് കുടിക്കുന്നു, മുന്തിരിത്തോട്ടത്തിൽ കൂടി നടന്നു പോകുന്നു. ഒരുപക്ഷെ മുന്തിരി അനുഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാകാം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ വിട്ടുള്ളൊരു ഓട്ടം. ഹല്ലേലൂയ. ഒരു ആത്മീയൻ്റെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വന്നതിൻ്റെ വഴികൾ കണ്ടോ? ഹല്ലേലൂയ. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദോഷകരമായി ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കടന്നു വരുന്നത്. ഈ ഞാനിത് പറഞ്ഞ കാര്യം എന്താ അറിയുമോ? ഈ കൊരിന്ത്യ സഭയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. കാര്യം ഒത്തിരി മ്ലേച്ഛത നിറഞ്ഞ ഒരു ദേശമാണ് കൊരിന്ത്യ. ഒത്തിരി മ്ലേച്ഛത നിറഞ്ഞ എല്ലാവിധമായ പാപങ്ങളും, ഇവരുടെ പാരമ്പര്യങ്ങൾ തന്നെ അങ്ങനെയാണ്. അതുപോലെ പാപത്തിൽ കിടക്കുന്നൊരു ജനമാണ്. ആ കൂട്ടത്തിൽ നിന്നാണ്, ആ സമൂഹത്തിൽ നിന്നാണ് കർത്താവിൻ്റെ കൃപയാൽ കുറച്ചുപേരെ കർത്താവിനെ അറിയേണ്ടതാണ് ദൈവം വിടുവിച്ച് പൗലോസിലൂടെ പുറത്തു കൊണ്ടുവന്ന ഒരു സ്ഥാപിപ്പാൻ ഇവിടെ തീരുമാനമായത്. പൗലോസ് ആ ദേശം വിട്ടു മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ അപ്പൊല്ലോസ് കടന്നു വന്നു. പക്ഷേ അവിടെ കൂടെ ഇരുന്ന ജനത്തിൻ്റെ ഉള്ളിലേക്കെല്ലാം ഈ ദുരാത്മാവ് ഇങ്ങോട്ട് കയറിയിട്ട് അവരെ ആത്മീയതയിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റിയിട്ട് ഇന്ന് ഈ ചർച്ച് എല്ലാവിധമായ ഉണ്ടായിരുന്ന ആത്മീയ അനുഭവങ്ങളൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഒരു സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, ജനത്തിന് സന്തോഷത്തോടെ ആരാധിപ്പാൻ കഴിയാത്ത, സമാധാനത്തോടെ ആരാധിപ്പാൻ കഴിയാത്ത, ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയാത്ത, ദൈവത്തിന് കൃപ അനുഭവിപ്പാൻ കഴിയാത്ത, കൃപാവരങ്ങളെല്ലാം വിട്ടുമാറ്റപ്പെട്ടതുപോലെ ആത്മീയ അധപതനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഈ കൊരിന്ത്യ സഭ നയിക്കപ്പെടുവാൻ ഇടയായി തീരുമാനമായി. കാരണം ജനം പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് അവരുടെ മനസ്സുകൊണ്ട് മാറി, അവരുടെ ജീവിതം ആ നിലയിലായി. അല്ലെങ്കിൽ ഒരു കൂട്ടം നല്ല ജനത്തിന്, അല്ലെങ്കിൽ ആത്മീയതയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന് ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പൗലോസിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടുന്നത്? ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നോക്കിയാൽ ശിംശോനെ പോലെ മുടിയുണ്ട്, വേർപെട്ട ജനമാണ്. നോക്കിയാൽ ഒരു വ്യക്തി പറയത്തില്ല ഹല്ലേലൂയ. എല്ലാവരും പറയും വിശുദ്ധനാണ്, വിശുദ്ധമതിയാണ്, സ്തോത്രം, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്, ഭയങ്കര സംഭവങ്ങളാണ് എല്ലാം, ഹല്ലേലൂയ. പക്ഷേ പുറമേയുള്ള ബാഹ്യമായ ലക്ഷണങ്ങൾക്കപ്പുറമായി നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നൊരു നല്ല കർത്താവ്, നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നൊരു ദൈവം നമ്മളെ നോക്കുമ്പോൾ കർത്താവിന് പറയുവാൻ തക്കണം കഴിയണം. ഹല്ലേലൂയ. ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയെന്ന് പറയുവാൻ, അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ ജനമെന്ന് പറയുവാൻ, വിശുദ്ധിക്കും വേർപാടിനും ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ ആലോചനയ്ക്കും കീഴ്പ്പെട്ട് പോകുന്ന സഭ എന്ന് കർത്താവിനാൽ സാക്ഷ്യം പ്രാപിപ്പാൻ തക്കണം കഴിയുമാറാകണം. അതാണ് നമ്മളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സോ ഞാൻ ആ ഭാഗം പറഞ്ഞാൽ ഞാനങ്ങനെ വിടുകയാണ്. ശിംശോൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് അവൻ്റെ ജീവിതം അത് വെളിവാക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവിക പദ്ധതിയിൽ നിന്ന് അവൻ വീണു പോകുവാൻ ഇടയായി തീരുമാനമായതെന്ന്. ഹല്ലേലൂയ. എന്നിട്ടും ദൈവം അവനെ കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു കേട്ടോ. നമ്മളോട് അതങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ വീണുപോയെന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കും. കാര്യം അത് നമ്മളെ ഓർത്തല്ല, കാര്യം അതിലൂടെ
കർത്താവ് മറ്റ് ചിലരെ സ്നേഹിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് ചിലരെയൊക്കെ കർത്താവ് മാനിക്കേണ്ടതിനായിട്ട്, മറ്റ് ചിലരെയൊക്കെ ദൈവം വിടുവിക്കേണ്ടതിനായിട്ട്, മറ്റ് ചിലരിലൊക്കെ ആ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ കൃപയൊന്ന് വെളിപ്പെടേണ്ടതിന് നമ്മൾ വീണു പോയാലും ഒരു പക്ഷേ കുറച്ച് നാളൊക്കെ ദൈവം നമ്മൾ ഉപയോഗിച്ചെന്ന് വന്നേക്കാം, ശിംശോനെ ഉപയോഗിച്ചതുപോലെ. ഹല്ലേലൂയ. പക്ഷേ അതൊക്കെ വെറും ഷോർട്ട് പീരീഡ് മാത്രമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ടല്ലോ, നിൽക്കുമ്പോഴുണ്ടല്ലോ, ആ പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഒന്നും തന്നെ, നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിൽ ശൂന്യമാണ്, ഒരു വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ബുദ്ധി ഉപദേശത്തിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ കൊരിന്ത്യർ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുമ്പോൾ, ഇന്ന് പകലിൽ ഈ USBC മാഞ്ചസ്റ്ററിലുള്ള ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും സഹോദരങ്ങൾക്കും സഹോദരന്മാർക്കും എല്ലാവർക്കുമായി ബുദ്ധി ഉപദേശം നൽകി തരികയാണ്. കൊരിന്ത്യർ സഭയ്ക്ക് പറ്റിപ്പോയത് നമുക്ക് പറ്റിപ്പോകാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം എന്ന് നമുക്കിത് ദൃഷ്ടാന്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ നേർവഴിയിലേക്ക് കർത്താവ് റീഡയറക്റ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ഒരു മടങ്ങി വരണമെങ്കിൽ, ഒരു യഥാസ്ഥാപനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിനായിട്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഈ വചനങ്ങളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി നമുക്ക് നോക്കാം ഈ കൊരിന്ത്യർ സഭയിൽ എന്താ സംഭവിച്ചതെന്ന്. ഹല്ലേലൂയ. കൊരിന്ത്യർ സഭയിൽ സംഭവിച്ചതിൻ്റെ 10 മുതൽ എല്ലാം പറയാനായിട്ട് സമയങ്ങളില്ല. അറ്റ്ലീസ്റ്റ് ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ അതിൻ്റെ 10-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായം. ഞാൻ തന്നെ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഇനി അടുത്ത, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഒരുത്തൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നുവോ? ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? ഹല്ലേലൂയ. ഈ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഞാൻ പറയൂ. ഒരൊറ്റ കുറവ്. ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് വരും ദിവസങ്ങൾ ദൈവം അനുവദിച്ചാൽ ഒരു പക്ഷേ ഫാസ്റ്റ് പോലെ സംസാരിക്കാനായിട്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം മാത്രം, ഹല്ലേലൂയ, ഒരൊറ്റ കാര്യം ഞാൻ ഹെഡിങ്ങായിട്ട് തന്നെ പറയട്ടെ. നമ്മൾ പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ. നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ റെസിസ്റ്റ് ചെയ്തില്ല എങ്കിൽ, നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ റെസിസ്റ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ കീഴ്പ്പെടും, പിശാചിന് കീഴ്പ്പെടും. ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഇല്ലെങ്കിൽ അർത്ഥം നമ്മൾ വെൽക്കം ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. ഹല്ലേലൂയ. നമ്മൾ വെൽക്കം ചെയ്യുന്നവരാകരുത്, നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ. ഇതെല്ലാം ഓരോ ദുരാത്മാവാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും കാര്യം. ഇതെല്ലാം ഓരോ ദുരാത്മാവാണ്. പല നിലകളിലാണ് ദുരാത്മാവ് ഓരോ വ്യക്തികളിലേക്ക് കയറുന്നത്. ഹല്ലേലൂയ. ഓരോ വ്യക്തി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഫലം കൊണ്ടാണ് ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നതെന്ന്. ഹല്ലേലൂയ. ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ഒരു വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, നല്ല വൃക്ഷമാണ്. നല്ല വൃക്ഷത്തിൽ നിന്ന് തീയതായ ഫലം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ തീയതായ വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും ഉണ്ടാകത്തില്ല. അപ്പോൾ വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഫലം കൊണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തികളാണ് നമ്മുടെ ആത്മീയതയെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ജീവിത രീതികളും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയതയെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഇവിടെ ഇതെല്ലാം ഓരോ ദുരാത്മാവ് എന്ന നിലയിലാണ് ഞാൻ അതിനെ കരുതുന്നത്. കാരണം ഇവിടെ പറയുന്നു, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം, നിങ്ങളുടെ ഇടയിൽ ഭിന്നത. ഒന്ന് തന്നെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരാളൊന്ന് പറയും, അടുത്ത ആൾ വേറൊന്ന് പറയും. ഹല്ലേലൂയ. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ആളിനെ വാക്കിനേക്കാൾ ഉപരിയായി ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുകൊണ്ട് മറ്റേ വ്യക്തിക്ക് കഴിയുന്നില്ല. ഒരുവൻ മറ്റൊരുവനെ ശ്രേഷ്ഠനെന്ന് കരുതുവാൻ മറ്റൊരു വ്യക്തിക്ക് കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം. ഹല്ലേലൂയ. ഇപ്പം സംസാരിക്കുന്നത് പലതാണ്. ഇപ്പം പറയുകയാണ്, നിങ്ങൾ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കണം. ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ വരുന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം പറയാൻ പിണക്കമുണ്ട്, പിന്നെ പറയുന്നത് പക്ഷക്കാരൻ, പക്ഷപാതം. ഹല്ലേലൂയ. പക്ഷം ചേർന്ന്. ഹല്ലേലൂയ. ഈ പറയാണ്, ഇതെല്ലാം ഓരോ ദുരാത്മാവാണ് കേട്ടോ. നമ്മളിലേക്ക് പിണക്കം കൊണ്ടുവരുന്നത് അത് ദുരാത്മാവാണ്. നമുക്ക് ഏക മനസ്സുണ്ടാകാതെ
ഫല മനസ്സോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഐക്യത നഷ്ടപ്പെടുത്തി കളയുന്നത് അതൊരു ദുരാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അതുപോലെ ഭിന്നത ഉണ്ടാക്കുന്നത് ദുരാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. സഭയിൽ കലക്കങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ കലക്കങ്ങൾ ഉണ്ടാക്കുന്നത് അതൊരു ദുരാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഈ ദുരാത്മാവിൻ്റെ പ്രവൃത്തികളെല്ലാം സഭ വിവേചിച്ച് തിരിച്ചറിയണം. അതാ പ്രബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളിൽ പിണക്കമുണ്ട് എങ്കിൽ, എന്നിൽ പിണക്കമുണ്ട് എങ്കിൽ, എന്നിൽ ഭിന്നതയുണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ അതിനെയൊക്കെ വിവേചിച്ച് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അതിനെയെല്ലാം ബത്സിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കണം. അതല്ല എങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കണ്ട മുടി നീട്ടി വളർത്തിയ ശിംശോനെ പോലെ മാത്രം, അതിനപ്പുറമൊന്നുമില്ല. അപ്പോൾ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, സ്തോത്രം, ഈ ദുരാത്മാവിൻ്റെതായ, ഈ ദുഷ്ടയാത്മാവിൻ്റെതായ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയെ നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയാത്ത നിലകളിൽ ഈ ദുരാത്മാവ് നമ്മൾ ഡൊമിനേറ്റ് ചെയ്തിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുത്താതെ ദുരാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുത്തി സഭയുടെ സ്നേഹത്തെയും സന്തോഷത്തെയും ഐക്യതയും എല്ലാം കെടുത്തി സഭ ഇന്ന് ഈ കൊരിന്ത്യ സഭയെ പോലെ ആക്കി മരളി ഒരു ചണ്ടി കൂമ്പാരമാക്കി മാറ്റേണ്ടതിനായിട്ടാണ് പിശാച് ആലോചനയുമായി പദ്ധതിയുമായി നമ്മളെ കരങ്ങളിൽ എടുക്കുന്നതെന്ന് നമ്മൾ സൂക്ഷിച്ച് അറിഞ്ഞുകൊള്ളുമാറാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ചു വേണം ഈ ദിവസങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതം കഴിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2025 ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മൾ 5 വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരു ആലോചന നൽകി തരുവാൻ ഇടയായത്. അല്ലെ, 5 വിഷയങ്ങൾ നമ്മൾ അന്ന് മുതൽ 5 വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ 5 വിഷയങ്ങളിൽ ഒന്ന് ഇതാണ്. ഒരു വിഷയം ഇതാണ്, നമ്മുടെ സഭയിൽ കർത്താവിൻ്റെ കൃപയാൽ കലക്കമോ പിഴക്കമോ വണക്കോ ഇതൊന്നുമില്ല. ഞാൻ സംസാരിക്കുന്ന നമ്മുടെ സഭയിൽ ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷേ ഇത് ഉണ്ടാകാതിരിപ്പാൻ നമുക്ക് ബുദ്ധി ഉപദേശമായി നൽകപ്പെട്ടിരിക്കുമ്പോൾ, കർത്താവ് ദൈവത്തിൻ്റെ ആലോചന നൽകപ്പെട്ടിരിക്കുമ്പോൾ സഭയെ അത് പഠിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ഇന്ന് പകൽ സംസാരിക്കുകയാണ്. അന്ന് ദൈവത്തെ പരിശുദ്ധാത്മാവ് പറഞ്ഞ 5 വിഷയം ഒന്ന് ഇതാണ്. ഒന്ന്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഭയിൽ കലക്കമുണ്ടാകാതിരിപ്പാൻ, സഭയിൽ ഭിന്നതകൾ ഉണ്ടാകാതിരിപ്പാൻ, സഭയിൽ കുടുംബങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ ആയിരിക്കാൻ, നമ്മുടെ തലമുറകളുടെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഇത് ഇന്നും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിശാചിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുന്നമേ കണ്ടിട്ട് നമ്മൾക്ക് ബുദ്ധി ഉപദേശമായി സഭയെ പഠിപ്പിക്കേണ്ടതിനായിട്ട് മുന്നമേ തന്നെ ദൈവത്തിൻ്റെ ആലോചന നൽകി തന്നു. നീ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും. സഭയോട് പറയണം, സഭ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനും പിശാച് പദ്ധതികൾ ഇടുന്നുണ്ട്. ആ പദ്ധതികൾ നമ്മൾ പരാജയപ്പെട്ടു പോകുവാൻ, അല്ലെങ്കിൽ പിശാചിൻ്റെ പദ്ധതികൾ നമ്മൾ വീണു പോകും ഇടവരാതെ വണ്ണം നമ്മൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ജനം ദൈവകൃപയിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ഐക്യതയിലും സ്നേഹത്തിലും ഒരുമയോടെ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ഒന്നായി നിൽക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെ നമ്മളെ അറിയിക്കുകയാണ് ദിവസങ്ങൾ അതിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഈ വാക്കുകളിലൂടെ സമയത്തിൻ്റെ ഇതുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുമാറാകണം. നമുക്ക് തന്നെ അറിയേണ്ട ഗുണം കഴിയും. എനിക്ക് തിരിച്ചറിയാൻ കഴിയും ഞാൻ പരിശുദ്ധാത്മാവിലാണോ നയിക്കപ്പെടുന്നത്, ദുരാത്മാവിലാണോ നയിക്കപ്പെടുന്നത്. എനിക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ ഗുണം കഴിയും. എങ്ങനെ തിരിച്ചറിയുന്നത്? നമ്മുടെ സ്വഭാവത്തെ അനലൈസ് ചെയ്ത് നോക്കിക്കേ. കാര്യം പരിശുദ്ധാത്മാവിന് യോജിക്കാത്ത, ദൈവത്തിന് വചനത്തിന് യോജിക്കാത്ത ഏതെങ്കിലും സ്വഭാവം എന്നിലുണ്ട് എങ്കിൽ എന്നിൽ വ്യാപരിക ദുരാത്മാവാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ സഹോദരനോട് ഞാൻ പറയാണ്, നിങ്ങൾ എന്നെ വിവേചിക്കണം. ഞാനിവിടെ എന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിവേചിക്കണം. എങ്ങനെ നിങ്ങൾ എന്നെ വിവേചിക്കുന്നത്? എൻ്റെ സ്വഭാവത്തെ നിങ്ങൾ പഠിക്കണം. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, ഞാൻ ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നത്, ഞാൻ ആരോടൊക്കെയാണ് സഹകരിക്കുന്നത്, ഞാൻ എവിടെയൊക്കെയാണ് പോകുന്നത്, ഞാൻ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിത രീതി എന്താണ്, ഇതൊക്കെ നിങ്ങൾ വിവേചിക്കണം. ദൈവസഭയുടെ ഉത്തരവാദിത്വമാണത്. അല്ല, ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട്, പാസ്റ്ററാണ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങ് വിശുദ്ധിയുടെ അങ്ങ് ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ എന്നെ വിവേചിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വിവേചിച്ച് എന്നിൽ കൊള്ളരുതാത്തത് കണ്ടു കഴിഞ്ഞാൽ പറയണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരൊറ്റ വ്യക്തി പോലും നിമിഷം മതി നമ്മൾ വീണു പോകാനായിട്ട്. ഒരൊറ്റ നിമിഷം മതി വീണു പോകാനായിട്ട്. കൃപാവരങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത ദൈവസഭ. കൃപാവരങ്ങൾക്ക് വചനത്തിന് കുറവില്ല, ജ്ഞാനത്തിന് കുറവില്ല, കൃപകൾ ഒന്നിനും കുറവില്ല. നല്ല സാക്ഷ്യമുള്ള ദൈവസഭ. ആ ദൈവസഭ 1.5 വർഷം പ്രവർത്തിച്ച് അങ്ങോട്ട് മാറി ചില നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, ചില വർഷങ്ങൾക്കുള്ളിൽ ഈ സഭ ഇങ്ങനെ അധപ്പതിപ്പിച്ച് പോകുവാൻ തക്ക നിലകളിൽ പിശാച് അവിടെ ഇടം കണ്ടെത്തുവാൻ കഴിഞ്ഞു എങ്കിൽ നമ്മളൊക്കെ ആരാ?
ഹല്ലേലൂയ. നമ്മളൊക്കെ ആരാണ്? ഹല്ലേലൂയ. നമ്മളിലും പിശാച് ഇടം കണ്ടെത്തുവാൻ തക്കോണം കഴിയും. നമ്മളെയും പിശാചിന് കരങ്ങൾ എടുപ്പാൻ തക്കോണം കഴിയും. നമ്മളും വീണ് പോകുവാൻ തക്കോണം കഴിയും. അതുകൊണ്ടാണ് വായിക്കുന്നത്, നമ്മൾ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഹല്ലേലൂയ. നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ അല്ലേ എന്ന് പറയുന്നതിൻ്റെ കാര്യം. ആ ഒരു ഭാഗം ഞാൻ വായിച്ചത് വിട്ടു. എവിടെയാണ്? അത് പോട്ടെ. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് നാളെ മുതൽ നമ്മുടെ ഫാസ്റ്റ് നമ്പർ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസം, അടുത്ത 7 ദിവസം നമ്മൾ ദൈവത്തിന് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും പോകുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം. ഈ സ്തോത്രം കൊരിന്ത്യ സഭയിൽ വന്നുപോയ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയൂ. ഇനിയും ജീവിതാനുഭവങ്ങൾ വേറെ ഒത്തിരി ഉണ്ട്. ഇതൊന്നും മാത്രമല്ല, വേറെ ഒത്തിരി കാര്യങ്ങൾ ആ സഭയിൽ കടന്നുകൂടുവാൻ ഇടയായി തീരുമാറായി. ആ സഭയുടെ ആത്മീയ അനുഭവങ്ങളെ മുഴുവൻ താറുമാറാക്കുവാൻ ചില വ്യക്തികൾ, ആ സഭ മുഴുവനുമല്ല, ചില വ്യക്തികളെ പിശാച് ഉപയോഗിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകലിൽ നമുക്ക് ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ, ഞങ്ങളെ ഈ ദേശത്ത് കർത്താവ് കൊണ്ടുവന്നു. ഞങ്ങളൊക്കെ പല ഇടങ്ങളിൽ, ഇന്ത്യയിലും ഗൾഫിലും അങ്ങനെ പല ഇടങ്ങളിലൊക്കെ ഞങ്ങളായിരുന്നു. ആ ദേശത്ത് നിന്ന് ഞങ്ങൾ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നു. ഞങ്ങളുടെ ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. കർത്താവ് ഞങ്ങൾക്ക് നല്ലൊരു ആത്മീയ കൂട്ടായ്മ കൊണ്ടുതന്നു. കർത്താവേ, ഞങ്ങൾ ഈ ഒരു ആലയം നൽകി തന്നു. ഞങ്ങൾ ഇവിടെ അങ്ങയുടെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനായി നിങ്ങൾ ഇത്രത്തോളം സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി തന്നു. പിതാവായ ദൈവമേ, ഇന്ന് പകലിൽ കർത്താവിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി ദൈവസഭയിൽ പിണക്കമോ കലക്കമോ, സ്തോത്രം ഹല്ലേലൂയ, ഭിന്നതകളോ സ്നേഹമില്ലായ്മയോ, സ്തോത്രം എതിരഭിപ്രായങ്ങളോ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിലൂടെ ഏതെങ്കിലും മേഖല വെളിപ്പെട്ടുവെങ്കിൽ ഒന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, എന്നോട് മനഃപൂർവ്വമായി ക്ഷമിച്ച്. കൊരിന്ത്യ സഭയിൽ വന്ന് സംഭവിച്ചത് ആ സഭയുടെ ആത്മീയ അധപതനത്തിന് കാരണമായി തീർന്നതുപോലെ എൻ്റെ ജീവിതത്തിലെ ഈ കുറവുകൾ, എൻ്റെ ജീവിതത്തിലെ ഈ വീഴ്ചകൾ, എൻ്റെ ഈ പാകപ്പിഴകൾ ഈ സഭയുടെ ആത്മീയ അനുഗ്രഹങ്ങൾക്ക്, ആത്മീക വളർച്ചയ്ക്ക്, ഒരു ദൈവപ്രവൃത്തിക്ക് തടസ്സമായി മാറുവാൻ ഇടവരുത്തരുത് എന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിപ്പാൻ കൊണം കഴിയുമാറാകട്ടെ. ശക്തനാക്കുന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. ശക്തനാക്കുന്നവൻ ദൈവമാണ്. ഒരു നിമിഷം ഒന്ന് കർത്താവിനോടൊന്ന് പറ, കർത്താവേ, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനും തിരുവെടുത്ത് വായിക്കുന്നത് പോലെ ആ ദൈവത്തോടൊന്ന് പറ, ദൈവമേ, നീ എന്നെ ശക്തീകരിക്കുമാറാകണമേ എന്ന്. എന്നിൽ ഭിന്നതയുടെ ആത്മാവ്, എന്നിൽ വ്യാപരിക്കുന്ന പിണക്കത്തിൻ്റെ ആത്മാവ്, എന്നിൽ വ്യാപരിക്കുന്ന അസൂയയുടെ ആത്മാവ്, എന്നിൽ വ്യാപരിക്കുന്ന സ്തോത്രം കലക്കത്തിൻ്റെ ആത്മാവ്, ഇങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞേ, ദൈവത്തോടൊന്ന് പറഞ്ഞ, ദൈവമേ, ഇതൊക്കെ എന്നോടൊന്ന് ക്ഷമിച്ച് അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി, എൻ പരിശുദ്ധാത്മാവിനെ എന്നിൽ വീണ്ടും ഒന്ന് നൽകി, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി സ്ഥിരമായ ഒരാത്മാവിനെ എൻ്റെ ഉള്ളിലാക്കി ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് നയിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ദൈവത്തിന് നമ്മളെപ്പറ്റി പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശിംശോനെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ മുഖേന ഇസ്രായേൽ മക്കൾക്ക് ഒരു വിടുതലിൻ്റെ, ഒരു വിജയത്തിൻ്റെ തുടക്കം കുറിക്കുമെന്ന് ശിംശോനെ പറ്റി പറഞ്ഞുവെങ്കിൽ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ആത്മീയ വിടുതലിന് തുടക്കം കുറിക്കേണ്ടുന്നതാണ്. എന്നാൽ ആ ദൈവിക പദ്ധതികളിൽ നിന്ന്, ആ ദൈവിക നിയോഗത്തിൽ നിന്ന്, ആ ദൈവിക ആലോചനയിൽ നിന്ന് നമ്മളെ മറിച്ച് കളയേണ്ടതിനായിട്ട് പിശാച് പല നിലകളിൽ തന്ത്രങ്ങളും പദ്ധതികളും കെണികളും ഒക്കെ ഒരുക്കി നമ്മളോട് അടുക്കുമ്പോൾ അതിനോട് എതിർത്തു നിന്ന് അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വചനത്തിൻ്റെ മുൻപാകെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ജയം പ്രാപിച്ച് ഒരു ജയാളികളായി ഒരു നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, നല്ലൊരു ആത്മീയ ജീവിതം നയിപ്പാൻ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായി, ദേശത്തിന് അനുഗ്രഹമായി, കൂട്ടു സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി, ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി ഇഴുവെന്ന്, ഈ ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവേ, എന്നെ വീണ്ടും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് സമർപ്പണത്തിലേക്ക് ദൈവത്തിൻ്റെ ജനം നയിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. തള്ളിക്കളഞ്ഞാലും ചേർത്തുകൊള്ളുന്ന ദൈവമാണ് കേട്ടോ. തള്ളിക്കളഞ്ഞാലും അല്പനാളിലേക്ക് തള്ളിക്കളഞ്ഞാലും അവൻ വീണ്ടും മടങ്ങി വരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന, ചേർത്തുകൊള്ളുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ.
ആയതുകൊണ്ട് നല്ല ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നാളെ ഒരു ഉപവാസ പ്രാർത്ഥനയാണല്ലോ. ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയോടെ കടന്നു വരണം. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ ഞാൻ ഇതിൻ്റെ തന്നെ ബാക്കി ഭാഗങ്ങളായിരിക്കും ഒരു പക്ഷെങ്കിൽ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം. കൊരിന്ത് സഭയിൽ വന്നു പോയ വീഴ്ചകൾ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കല്ലേ. കൊരിന്ത് സഭയിൽ വന്നുപോയ അവരുടെ ആത്മീയ ജീവിതത്തിൽ വന്നുപോയ പിന്മാറ്റ സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത്, നമ്മളിൽ സംഭവിക്കല്. നമ്മൾക്കൊരു ആത്മീയ ഉദ്ധാരണം വേണം, ഒരാത്മീയ വിടുതൽ വേണം. നമ്മൾ കൃപകളെ പ്രാപിച്ച് ആത്മീയമായി മുന്നേറണം, കൃപാവരങ്ങളെ പ്രാപിച്ച് നമ്മൾ ആത്മീയമായി മുന്നേറണം. നമ്മളിലൂടെ ഒരു ദൈവപ്രവൃത്തി ചെയ്യണം. നമ്മൾ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിച്ച് നടത്തപ്പെടുമാറാകണം. നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടണം, നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടണം, നമ്മൾ ആത്മാവിനാൽ ഭരിക്കപ്പെടുമാറാകണം. പരിശുദ്ധാത്മാവിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ വിഷയങ്ങളും എൻ്റെ കർത്താവ് എടുത്തു മാറ്റിയിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹമായി നടത്താൻ കഴിയുമാറാകണം. ഞാനൊരു വാക്യം കൂടി ഒന്ന് വായിക്കാം, നിങ്ങൾ വായിച്ചു കൊള്ളണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചന പുസ്തകം 11-ാമത്തെ അധ്യായമാണ്. ഞാൻ ആ ഭാഗം വായിക്കുന്ന സമയത്ത് അതുകൊണ്ട് വായിക്കുന്നില്ല. യെശയ്യാ പ്രവചന പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യമാണ്. അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചില സ്വഭാവങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. മോനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്തേരെ മോനെ അതൊന്ന്. യെശയ്യാ ദി ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 11 വേഴ്സ് 1 to 3 എന്ന് തോന്നുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതൊന്ന് ഡിസ്പ്ലേ ചെയ്തേരെ. പരിശുദ്ധാത്മാവിൻ്റെ ചില സ്വഭാവങ്ങളെ അവിടെ കാണാൻ കഴിയും. അവിടെ കാണാൻ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ബലത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. ആയതുകൊണ്ട് ഈ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഈ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈ സ്വഭാവം നമ്മൾ വെളിപ്പെടുമാറാകണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഭരിച്ച് നടത്തപ്പെടുന്നുവെങ്കിൽ ഈ സ്വഭാവം നമ്മളിൽ കാണുവാൻ വെളിവാകുവാൻ ഇടയെ തീരുമാറാകണം. ഈ സ്വഭാവങ്ങൾ നമ്മൾ വെളിപ്പെടുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മളെ അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്ന മറ്റെന്തോ ഒരു ശക്തി നമ്മളിൽ കർത്തൃത്വം നടത്തുന്നു, നമ്മളെ ഡൊമിനേറ്റ് ചെയ്യുന്നു, നമ്മളെ കീഴ്പ്പെടുത്തുന്നു. അതിനാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുവാനായിട്ട് ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ നിർത്തുകയാണ്.